സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഇടപെട്ടത് ചരിത്രപരമായ വിഡ്ഢിത്തമെന്ന് ഒടുവിൽ സമ്മതിക്കുകയാണ് ട്രംപ്. അതിലൂടെ നെതന്യാഹുവിനെയും ട്രംപ് തള്ളിപ്പറയുകയാണ്. ഇറാൻ കാരണമുണ്ടായ കനത്ത സാമ്പത്തിക നഷ്ടമാണ് ട്രംപിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഒപ്പം മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ട്രംപിന് മുന്നിലുണ്ട്. അമേരിക്ക ഒരിക്കലും ഇറാനിൽ ഇടപെടാൻ പാടില്ലായിരുന്നുവെന്ന് ഫോക്സ് ന്യൂസിനോടാണ് ട്രംപ് കുറ്റസമ്മതം നടത്തിയത്. ഇറാഖിലും ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് നടത്തിയ B-2 ബോംബർ ആക്രമണങ്ങൾ ശരിയായിരുന്നുവെന്നും ട്രംപ് വിശദീകരിക്കുന്നു. ഫലത്തിൽ ഇറാൻ ഭരണകൂടത്തെ ലക്ഷ്യമിട്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ ആക്രമണം വലിയ തെറ്റായിപ്പോയി എന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിലൂടെ നെതന്യാഹുവിനെ രാഷ്ട്രീയപരമായും തന്ത്രപരമായും തള്ളിപ്പറയുകയാണ് ട്രംപ് എന്നതാണ് വിലയിരുത്തൽ. ഇതോടെ നെതന്യാഹുവിൻ്റെ നില കൂടുതൽ പരിങ്ങലിലാവുകയാണ്. അല്ലെങ്കിൽ തന്നെ അടുത്ത ഇസ്രയേൽ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് അധികാരം നഷ്ടപ്പെടുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ഇറാനെ വരുതിയിലാക്കി ആ നേട്ടം പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരാം എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ സ്വപ്നം. പക്ഷേ ഇറാന്റെ പോരാട്ട വീര്യം കാരണം ട്രംപ് ചർച്ചകളിലേക്ക് കാര്യങ്ങളെ മാറ്റിയത് നെതന്യാഹുവിൻ്റെ ആ സ്വപ്നങ്ങളെയെല്ലാം തകർത്ത് കളഞ്ഞു. എന്നാൽ യുദ്ധക്കൂട്ടുകാരനെ ട്രംപ് മുഴുവനായി ഉപേക്ഷിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നിൽക്കാൻ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കാനാണ് ട്രംപിൻ്റെ ശ്രമം. അവിടെ പക്ഷേ കുരുക്കിലാകുന്നത് അറബ് രാജ്യങ്ങളാണ്. അതിനെക്കുറിച്ച് വിശദമായി പറയാം. ട്രംപിൻ്റെ കുറ്റസമ്മതം അടക്കമുള്ള പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. പതിവ് പോലെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ വാക്കുകളാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇറാനിൽ നടത്തിയ ഇടപെടൽ തെറ്റായിരുന്നുവെന്നും ആക്രമണം ശരിയായിരുന്നുവെന്നുമാണ് ട്രംപ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇടപെടലും ആക്രമണവും രണ്ടും ഒന്നല്ലേ എന്ന് സംശയം തോന്നാം. പക്ഷേ അമേരിക്ക ഫസ്റ്റ് നയത്തിൽ നിന്ന് താൻ വ്യതിചലിച്ചു എന്ന കുറ്റസമ്മതമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഇടപെടൽ തെറ്റായിപ്പോയി. എന്നാൽ അമേരിക്കയുടെ സുരക്ഷയ്ക്കായി ഇറാന്റെ ആണവായുധ ശേഷി തകർക്കാൻ നടത്തിയ ആക്രമണം ശരിയായിരുന്നു എന്ന നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇതിലൂടെ നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന തൻ്റെ അനുയായികളായ മാഗാ പ്രസ്ഥാനക്കാരെ സന്തോഷിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇറാനിലെ യുദ്ധം മാഗാ പ്രസ്ഥാനക്കാരെ ട്രംപിൽ നിന്ന് വലിയ തോതിൽ അകറ്റിയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. എന്നാൽ അതിലൂടെ ട്രംപ് ഒറ്റപ്പെടുത്തുന്നത് നെതന്യാഹുവിനെ കൂടിയാണ്. കാരണം ഇറാനിൽ ഇടപെട്ട് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം തകർക്കണം എന്ന് ട്രംപിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ട്രംപിനെ നിർബന്ധിച്ചത് നെതന്യാഹു ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. നമുക്കറിയാം, അറബ് രാജ്യങ്ങളുടെ എല്ലാ മുന്നറിയിപ്പുകളെ അവഗണിച്ചാണ് ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയത്. നെതന്യാഹുവിൻ്റെ വാക്ക് മാത്രമാണ് ട്രംപ് വിശ്വസിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഖ്യം ഇതിനു മുമ്പ് ഒരിക്കലും ഇത്ര ശക്തമായിരുന്നില്ല എന്നാണ് നെതന്യാഹു ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ജനതയോട് പറഞ്ഞത്. ആ നെതന്യാഹുവിനെയാണ് ട്രംപ്, അല്ലെങ്കിൽ ട്രംപിന് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത്. അതായത് 3 മാസം മുമ്പ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടങ്ങിയ സംയുക്ത സൈനിക നീക്കം ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നയതന്ത്ര ചർച്ചയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാകട്ടെ നെതന്യാഹുവിന് ഒരു സ്ഥാനവുമില്ല. ഈ ചർച്ചയിൽ നെതന്യാഹുവിന് ഒരു സ്ഥാനവുമില്ല. പക്ഷെ അപ്പോഴും ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കാൻ നെതന്യാഹു ആവുന്നത് പോലെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പാളിപ്പോകുന്നതാണ് സാഹചര്യം. ഏപ്രിലിൽ ആദ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മുതൽ ഇറാന് മേൽ സൈനിക സമ്മർദ്ദം തുടരണമെന്നും എങ്കിൽ മാത്രമേ ഇറാൻ ഭരണകൂടം തകരുകയുള്ളൂ എന്നും ട്രംപിനോട് നെതന്യാഹു നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇതിന് വിപരീതമായ ദിശയിലാണ് നീങ്ങിയത്. അതിന് പ്രധാന കാരണം ഇറാന്റെ ഹോർമൂസ് അടക്കമുള്ള യുദ്ധതന്ത്രങ്ങളും ഇറാൻ പ്രകടിപ്പിക്കുന്ന പോരാട്ട വീര്യവുമാണ്. ബില്യണുകളുടെ നഷ്ടം, വൻ സാമ്പത്തിക നഷ്ടം, അതാണ് ഇറാൻ അമേരിക്കയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ പേര് കേട്ട സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളെ തുടർച്ചയായി തകർത്ത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെ ഇടിച്ചു കളഞ്ഞു ഇറാൻ. ഇതെല്ലാം ട്രംപിനെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉടലെടുത്തതാണ് പുതിയ കുറ്റസമ്മതം എന്ന വിലയിരുത്തലാണ് വരുന്നത്. 1-2 ആക്രമണം നടത്തി പിന്മാറുന്നതിന് പകരം വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ പോകാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും കാരണം ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് എന്ന വിലയിരുത്തലാണ് ട്രംപിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനോട് ട്രംപ് അകലം പാലിക്കുന്നതും ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിൻ്റെ തകർച്ച വേഗത്തിലാക്കാൻ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തകർക്കണമെന്നതായിരുന്നു നെതന്യാഹു ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ആക്രമണങ്ങൾ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ നിക്ഷേപമുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ പകരം ലക്ഷ്യമിട്ടതോടെ ട്രംപ് ഇടപെട്ട് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചു. നമുക്ക് ഓർമ്മയുണ്ട്,
ഇപ്പോൾ കരാർ അനുസരിച്ച് ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അമേരിക്ക നീക്കിയാൽ അത് ഇറാന് തിരിച്ചുവരവിന് ഉള്ള സാധ്യതയുണ്ടാക്കും എന്നാണ് ട്രംപിനോട് നെതന്യാഹു ഏറ്റവും ഒടുവിലായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ട്രംപിന് അത് കേൾക്കാൻ പറ്റിയ അവസ്ഥ അല്ല ഇപ്പോഴുള്ളത്. ഇതെല്ലാം നെതന്യാഹുവിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റമെല്ലാം നെതന്യാഹുവിന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ 2015 ഒബാമ ഭരണകാലത്ത് നടത്തിയതുപോലൊരു പരസ്യ പ്രതികരണം, അതായത് ആ അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ ഒരു പരസ്യ പ്രതികരണം ട്രംപിനെതിരെ നടത്താൻ നെതന്യാഹു തയ്യാറാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇസ്രയേലിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും എന്നതാണ് നെതന്യാഹുവിൻ്റെ പേടി. അതിനാൽ ട്രംപിനെ വിട്ട് അദ്ദേഹത്തിൻ്റെ ചർച്ചാ പ്രതിനിധികളെ വിമർശിക്കാനാണ് നെതന്യാഹു ക്യാമ്പ് ശ്രമിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ആണെന്നാണ് നെതന്യാഹു അനുകൂല മാധ്യമങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ട്രംപ് ക്യാമ്പ് തിരിച്ചടിക്കുന്നത് എല്ലാത്തിനും കാരണം നെതന്യാഹുവിൻ്റെ തെറ്റായ കണക്കുകൂട്ടൽ ആണെന്നാണ്. ഇസ്രയേൽ ട്രംപിനെ വലിയ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന പ്രചാരണം തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ട്രംപ് ചർച്ചാപാതയിലേക്ക് മാറിയത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം തൻ്റെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാനും പശ്ചിമേഷ്യയെ മാറ്റിമറിച്ച നേതാവായി സ്വയം ചിത്രീകരിക്കാനുമാണ് നെതന്യാഹു ഈ ഇറാൻ യുദ്ധത്തെ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അടുത്തിടെ നടന്ന ഒരു സർവേ പ്രകാരം 45% ഇസ്രയേലികളും വിശ്വസിക്കുന്നത് ഇറാൻ്റെ കാര്യത്തിൽ സാഹചര്യം കൂടുതൽ വഷളായി എന്നാണ്. അതായത് ഇസ്രയേലിന് ഇറാൻ്റെ ഭീഷണി കൂടി എന്നാണ്, നേരത്തേതിനേക്കാൾ കൂടി എന്നതാണ്. പകുതിയോളം ആളുകൾ ഇസ്രയേൽ ഈ യുദ്ധത്തിൽ ജയിക്കില്ല എന്നും കരുതുന്നു. ഇതെല്ലാം നെതന്യാഹുവിന് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് നെതന്യാഹുവിന് വേണ്ടി ചില രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ശ്രദ്ധിക്കണം. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സൗദി അറേബ്യയ്ക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും മേൽ ട്രംപ് ചെലുത്തുന്ന സമ്മർദ്ദത്തെ നെതന്യാഹുവിനുള്ള രാഷ്ട്രീയ നഷ്ടപരിഹാരമായിട്ടാണ് ഇസ്രയേൽ വൃത്തങ്ങൾ കാണുന്നത്. UAEയും ബഹ്റൈനും മാത്രമാണ് ഇപ്പോൾ ഇസ്രയേലുമായുള്ള അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. സൗദിയും ഒമാനും ഇറാനുമായി കൂടുതൽ അടുക്കുന്നതും ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് പിരിക്കാൻ ഇറാനുമായി ഒമാൻ രഹസ്യ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഒമാനെ ട്രംപ് നേരിട്ട് ഭീഷണിപ്പെടുത്തിയത്. മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അനുസരിച്ചില്ല എങ്കിൽ തകർക്കുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഈ ഭീഷണി പക്ഷേ അറബ് രാജ്യങ്ങളെ തൻ്റെ വരുതിയിലേക്ക് കൂടുതൽ കൊണ്ടുവരാനുള്ള ട്രംപിൻ്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റ് GCC രാജ്യങ്ങളെ കൂടി അബ്രഹാം അക്കോർഡ്സ് ഒപ്പുവെക്കാനുള്ള നീക്കം അല്ലെങ്കിൽ ഒപ്പുവെപ്പിക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത്. അതുവഴി ഇറാനെ തകർക്കാനാകാതെ രാഷ്ട്രീയമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന നെതന്യാഹുവിന് രക്ഷ നൽകാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നുള്ള വിലയിരുത്തലാണ് നയതന്ത്രജ്ഞരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാൽ പഴയതുപോലെ അല്ല അറബ് രാഷ്ട്രങ്ങളിൽ ഒരു പ്രബല ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇറാന് മുന്നിൽ തോറ്റമ്പി നിൽക്കുന്ന ട്രംപിനോട് അങ്ങനെ അങ്ങ് വഴിപ്പെടാൻ സൗദി അടങ്ങുന്ന ഈ ഗ്രൂപ്പ് തയ്യാറല്ല. ട്രംപിൻ്റെ ആവശ്യത്തോട് സൗദി അറേബ്യ കടുത്ത എതിർസ്വരം ഉടൻ തന്നെ പ്രകടിപ്പിച്ചതും നമ്മൾ കാണണം. പലസ്തീൻ വിഷയം തന്നെയാണ് ഇസ്രയേലുമായി കരാർ ഒപ്പിടുന്നതിൽ പ്രധാന തടസ്സമായി സൗദി ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല അമേരിക്കയുടെ ദീർഘകാല സഖ്യകക്ഷിയും മധ്യസ്ഥ രാജ്യവുമായ ഒമാനെതിരെ ട്രംപ് നടത്തിയ കടുത്ത ഭാഷാ പ്രയോഗം അത് അറബ് നയതന്ത്രജ്ഞരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി സൗദി അറേബ്യയും ഖത്തറും ഒമാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നും ഇല്ലെങ്കിൽ താൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ കൽപ്പനകൾക്കെതിരെ ഗൾഫ് സഹകരണ കൗൺസിലും അമർഷം പുകയുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ ആക്രമണങ്ങളെ തടയാൻ അമേരിക്ക കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ. ഈ തിരിച്ചറിവിൽ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഈ പുതിയ സാഹചര്യം അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് നമുക്കറിയാം ചൈന. കൂടാതെ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ ചൈന പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയേക്കാൾ കൂടുതൽ വിശ്വസനീയമായ പങ്കാളിയായി സൗദി അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങൾ ചൈനയെ കാണാൻ സാധ്യതയുണ്ട്. ആഗോള എണ്ണവില നിയന്ത്രിക്കുന്ന OPEC+ കൂട്ടായ്മയിൽ സൗദി അറേബ്യയും റഷ്യയും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ റഷ്യയുമായി ചേർന്ന് എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ച്
ആഗോള വിപണിയിൽ ഇന്ധനവില ഉയർത്താൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കും. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടാൻ ട്രംപ് ഇനിയും നിർബന്ധം പിടിച്ചാൽ അത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പരമ്പരാഗതമായിട്ടുള്ള സൗഹൃദം അത് തകരാൻ തന്നെ കാരണമായേക്കും. ഇത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ തന്ത്രപരമായ മേധാവിത്വം തന്നെ നഷ്ടപ്പെടുത്തും. അവിടേക്ക് ചൈനയും റഷ്യയും കടന്നു കയറുകയും ചെയ്യും. അതായത് ഇറാന് പകരം ട്രംപ് നെതന്യാഹുവിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമ്മാനത്തിന് അങ്ങനെ ഒരു വലിയ അപകടമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ട്രംപ് അറബ് രാജ്യങ്ങളോട് സ്വരം കടുപ്പിച്ച് സംസാരിക്കാതെ ഇരുന്നത് എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. തൽക്കാലം ലെബനനിൽ എന്തെങ്കിലും സൈനിക നേട്ടമുണ്ടാക്കി രാഷ്ട്രീയ വിജയം നേടുക എന്ന അജണ്ട മാത്രമാണ് നെതന്യാഹുവിന് മുന്നിൽ ഇതോടെ വരുന്നത്. ഇറാനുമായുള്ള കരാറിൽ ലെബനൻ കൂടി ഉൾപ്പെട്ടാൽ ആ വഴിയും നെതന്യാഹുവിൻ്റെ ആ വഴിയും അടയും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം നെതന്യാഹു കെട്ടിപ്പടുത്തത് മിസ്റ്റർ ഇറാൻ എന്ന നിലയിലാണ്, അല്ലെങ്കിൽ ആ ലേബലിലാണ്. അതായത് ശക്തി ഉപയോഗിച്ച് മാത്രമേ ഇറാൻ്റെ ആണവ മോഹങ്ങളെ തടയാൻ കഴിയൂ എന്ന് വാദിച്ച നേതാവാണ് എന്നും നെതന്യാഹു. എന്നാൽ ഇപ്പോൾ തന്ത്രപരമായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ താൻ തകർക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിന് നിയമസാധുത നൽകുന്ന കരാർ അംഗീകരിക്കാൻ നെതന്യാഹു നിർബന്ധിതനാകുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം തെറ്റായിപ്പോയെന്ന കുറ്റസമ്മതത്തിലൂടെ ട്രംപ് നെതന്യാഹുവിനെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിയിരിക്കുകയാണ് എന്നാണ് വിലയിരുത്താൻ കഴിയുക. നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.